നമസ്കാരം. എല്ലാവർക്കും ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് കുറച്ച് അഹമ്മദുൽ മഗ്രിബിയുടെ കുറച്ച് ഫ്രാഗ്രൻസസ് ആണ് കേട്ടോ. അപ്പം അതിൽ കുറച്ച് കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഹമ്മദുൽ മഗ്രിബി എന്ന് പറയുന്നത് ഈയിടെ ഒരു ഫേമസ് ആയിട്ട് വന്നൊരു ബ്രാൻഡാണ്. ഈയിടെ എന്ന് പറഞ്ഞാൽ 2-3 വർഷം ആയി, 2-3 വർഷം അല്ലെന്ന് തോന്നുന്നു, 4-5 വർഷമായെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പരിചയപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ബിൻ ഷെയ്ക്കാണ്. അപ്പം ഞാൻ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ് ഒക്കെ വിൽക്കുന്ന ഒരു പുള്ളിക്കാരനോട് ബിൻ ഷെയ്ക്കിൻ്റെ ഒരു സാമ്പിൾ എനിക്ക് അയച്ചു തരാമെന്ന് ചോദിച്ചു, ഡീക്കൻ്റെ. കാരണം ആൾക്കാരൊക്കെ അതിനെ പ്രകീർത്തിക്കുന്നുണ്ടായിരുന്നു. അവൻ എനിക്ക് കളിപ്പിക്കാനായിട്ട് എന്തോ വേറൊരു സാധനം അയച്ചു തന്നു. അപ്പോൾ ഞാനത് മണത്ത് കഴിഞ്ഞ് അബദ്ധമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ പോയില്ല, അഹമ്മദിൻ്റെ പുറകെ. അതിങ്ങനെ ഞാനൊരു 6-7 മാസം മുമ്പ് അവരുടെ ഊദ് ലാവൻഡർ ഇങ്ങനെ ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇതുകൂടെ ഒന്ന് നോക്കിയേക്കാമല്ലോ, എല്ലാവരും ഈ ഹൗസിനെ പറ്റി വളരെയധികം നല്ലത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ഊദ് ലാവൻഡർ ഞാൻ മേടിച്ചപ്പോൾ അവരെനിക്ക് ബിൻ ഷെയ്ക്കിൻ്റെ ഒരു സാമ്പിൾ ബോട്ടിലും കൂടെ ആ കൂടത്തെ അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ക്വാളിറ്റി ഊതൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. ബിൻ ഷെയ്ക്ക് ഇപ്പം ഞാനിപ്പോൾ അതൊരു ഓണറബിൾ മെൻഷനാണ്, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാനത് പിന്നെ റിവ്യൂ ചെയ്തോളാം. അപ്പം അതൊക്കെ അങ്ങനെ കുറച്ച് നല്ല സാധനങ്ങൾ അവർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് പോസിറ്റീവ് തോട്ട്സും ഉണ്ട്, നെഗറ്റീവ് തോട്ട്സും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്തോ ഞാനതാണ് പറയുന്നത്, എനിക്ക് മണക്കുന്ന എന്തോ ഞാനതാ പറയുന്നത്. അപ്പം നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ്സ് ചിലപ്പോൾ ഞാൻ അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ ദയവേത് എൻ്റെ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക. ആ ഫ്രാഗ്രൻസ് എപ്പോഴും ഫുഡ് പോലെയാണ്, ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് അഹമ്മദ് മഗ്രിബിയുടെ ഹിർഫ എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഹിർഫ കണ്ടോ, ഇങ്ങനെ ഒരു ബോട്ടിലിനകത്തൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഓപ്പണിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിങ് നോക്കാം. ഡ്രൈ ഡൗൺ ഞാനിവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഓപ്പണിങ് നമ്മൾ കുറച്ച് സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണത്തേൽ അടിച്ച് നോക്കാം. പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ടത്. ഇത് നമ്മുടെ അറേബ്യൻ ഊദ് അമീരിയുടെ ഓപ്പണിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഫ്രൂട്ടിയാണ്, നല്ല ഫ്രൂട്ടി സ്മെല്ലാണ്. പിന്നെ സെൻറ്റ് ഓഫ് യുണീക്ക് ബ്ലെൻഡ് ഓഫ് വുഡി ആൻഡ് ഫ്ലോറൽ നോട്ട്സ്, വുഡിനെസ് ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ് ഹീലിംഗ് വുഡ് ആൻഡ് പൈൻ. പൈൻ്റെ നോട്ട് എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റുന്നില്ല എന്നിട്ടായിരിക്കാം. ജെറേനിയം, മഗ്നോളിയ ഉണ്ട്. മഗ്നോളിയ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ കാണുന്ന ഒരു തരം പൂവാണ് കേട്ടോ. ഒരു മരം മുഴുവൻ ഇങ്ങനെ ഉണ്ടായി നിൽക്കും, യൂറോപ്പിലൊക്കെ പോകുന്നവർക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു ഒരു മരം അത്. ആൻഡ് റിച്ച്നെസ് ആൻഡ് അംബ്ര ആൻഡ് ഊദ് കോംപ്ലിമെൻറ്റ്സ് അറ്റ് ദ എഡ്ജ് ഓഫ് ബേസ് നോട്ട്. ഊതുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. ഊത് ബേസിലെങ്ങാണ്ട് ഉണ്ടായിരിക്കും. ഡ്രൈ ഡൗണിലും അങ്ങനെ ഊതൊന്നും പൊങ്ങി വരുന്നില്ല. മസ്കിയാണ്, നല്ല മസ്കി ഇതാണ്. നമുക്ക് ഡ്രൈ ഡൗണും കൂടെ നോക്കാം. ഡ്രൈ ഡൗണ് ഇത് ഓപ്പണിങ്, ഇത് ഡ്രൈ ഡൗൺ. നല്ല മസ്കാണ് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിനകത്ത് കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ പറഞ്ഞ പോലെ വലിയൊരു ലാസ്റ്റിംഗ് ഒന്നുമില്ല. അറേബ്യൻ ഊദ് അമീരിയും ഒരുപാട് പേര് റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്രാഗ്രൻസ് മേടിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിൽ ഒരുപാടങ്ങ് ലാസ്റ്റ് ചെയ്യാത്തൊരു ഫ്രാഗ്രൻസാണ് അത്. DNA ഭയങ്കര വീക്കാണ് കേട്ടോ അറേബ്യൻ ഊദ് അമീരിയുടെ. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ DNA ഒരുപാട് ലാസ്റ്റ് ചെയ്യത്തില്ല, ഒരു 4 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹൃദ്യമായ ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൻ്റെ മസ്ക് ഡ്രൈ ഡൗൺ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ഒരു സിന്തറ്റിക് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു കാര്യമുണ്ട്, എല്ലാ മസ്കുകളും ഒരു മനുഷ്യനെ കൊണ്ട് സ്മെല്ല് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫ്രാഗ്രൻസിനകത്ത് അതുകൊണ്ട് 2-3 തരത്തിലുള്ള മസ്കുകൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിക്കിനി പേഴ്സണലി സ്മെല്ല് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും മസ്ക് അഹമ്മദുൽ മഗ്രിബി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്കിതിൻ്റെ ഡ്രൈ ഡൗൺ അങ്ങനെ ഒന്നും ഇഷ്ടമായില്ല, ഞാൻ വലിയൊരു ഫാൻ അല്ല ഇതിൻ്റെ. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഓപ്പണിങ് കിടലിനാണ്. വർത്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മണത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10-ൽ 5 മാർക്ക് ഇതിന് കൊടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ എങ്കിൽ ഒഫെൻസീവ് ഒന്നുമല്ല, ഫ്രൂട്ടിയാണ്, മസ്കി ഡ്രൈ ഡൗൺ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കുക. ചെറിയൊരു സിന്തറ്റിക് മെറ്റാലിക് വൈബ് ഉണ്ട്. 10-ൽ ഒരു 6.5 കൊടുക്കാം, കുഴപ്പമില്ല.
അതെ, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടിലൊക്കെ ഹിർഫ കേട്ടോ. അതാണ് ഹിർഫയുടെ കാര്യം. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തത് ഇഗ്നൈറ്റ് ഊത്. ഇഗ്നൈറ്റ് ഊത് ഒരു പ്രസ്ഥാനമാണ്. ഇത് ഇത്രയും ചീപ്പ് പൈസയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഊത് കിട്ടുന്ന വേറെ കമ്പനിയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുണ്ടോ? ഇത് ഊത് മറക്കുജിയായിട്ട് നല്ല സാമ്യമുണ്ട്, ആ ഒരു ലൈനുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇത് ബാങ് ഫോർ ബക്സ് ആണ്. ഇത് ശരിക്കും മുതലാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്, നല്ലപോലെ പ്രൊജക്റ്റും ചെയ്യും. നല്ലൊരു ഊത് ഫ്രാഗ്രൻസ് ആണ്. ഒഫൻസീവ് സ്കാങ്കി ഫീക്കൽ ഊതോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര വുഡിയാണ്. നല്ല വുഡി ഡ്രൈ ഡൗൺ, മെയിൽ ക്യാരക്ടർ നന്നായിട്ടുള്ള ഊതാണ് ഇത്. ഫ്രൂട്ടിനസ്, ഊത് വിത്ത് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് നോട്ട്സ് അഹമ്മദ് കൊടുത്തിരിക്കുന്നത് ജെറേനിയം ലെതറിയാണ്, പച്ചൂലി സീഡർ, അംബർ, മോസ്, സാൻഡൽവുഡ് ആൻഡ് മസ്ക്. ഇതിൻ്റെ ഡ്രൈ ഡൗൺ ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അംബർ, മസ്ക് ഉണ്ട്, മോസ് ഉണ്ട്, സാൻഡൽവുഡ് ഉണ്ട്. മോസ് ഉള്ള ഫ്രാഗ്രൻസസ് പ്രൊജക്റ്റ് ചെയ്യും. ഇത് ഓപ്പണിങ്ങും ഡ്രൈ ഡൗണും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേങ്കിൽ ഇത് മേടിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ ഒരു ഇതിനകത്ത് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പ്രസൻറ്റേഷൻ, അഹമ്മദിൻ്റെ എല്ലാ ഫ്രാഗ്രൻസിൻ്റെയും പ്രസൻറ്റേഷൻ നല്ലതാണ്. ഇതുണ്ട്, ഇത് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ബോട്ടിലും ഉണ്ട്. ഞാനത് ഡ്രൈ ഡൗൺ അടിച്ച് അതിനകത്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് ഊത്. ഇത് നല്ല നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണിത്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അടിക്കാൻ പറ്റിയതാണ്. നിങ്ങൾ ഊത് ഫ്രാഗ്രൻസിൻ്റെ ഒരു ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അത്യാവശ്യം നല്ലതാണ്, കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവും. ഇതൊരു 3500 രൂപ മുതൽ കിട്ടാനുണ്ട്. ഞാനിന്നാൾ നമ്മുടെ ഒരു ഫ്രാഗ്രൻസ് വിൽക്കുന്ന മലപ്പുറത്തുള്ള ഒരാൾക്കാരുടെ വാട്സപ്പ് സ്റ്റാറ്റസിലോ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിലാണെന്ന് തോന്നുന്നു, ഇത് 3500 രൂപയ്ക്ക് മറ്റേ അവർ വിൽക്കുന്നതായിട്ട് കണ്ട. അവർക്ക് അഹമ്മദ് മഗ്രിബിയുടെ ഡീലേഴ്സൊക്കെയാണ്, ഒഫീഷ്യൽ ഡീലേഴ്സൊക്കെയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടാനുണ്ട്. ഞാനൊരാളുടെയും പേര് പറയുന്നില്ല, റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അവർ നിങ്ങളെ പറ്റിച്ചാൽ എനിക്കതിന് അത് വിഷമമാണ് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞിട്ട് എന്നെ ആൾക്കാർ പറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതുപോലെ പറ്റിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഭയങ്കര ഇത് ഈ മുടക്കുന്ന മുതലിന് ഇത്രയും ക്വാളിറ്റിയുള്ള ഊത് വേറെ വിപണി കിട്ടാൻ പാടാം. അതാണ് ഇഗ്നൈറ്റ് ഊത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് ഇല്ല, ഊത് ആൻഡ് റോസസ്. ഇതൊരു ഭയങ്കര ഫേമസ് ആയ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഊതും റോസും ഈ കോംബോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഡ്രൈ ഡൗൺ ഞാൻ അടിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. ഊത് റോസ് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് മണത്തോണ്ടിരിക്കാൻ തോന്നും. ഇതിൻ്റെ ഓപ്പണിങ്ങിന് 10/10. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഓപ്പണിങ്ങാണിത്. ഒരു മൈൽഡ് റോസും കുറച്ച് ഊതൊക്കെ വളരെ മൈൽഡായിട്ടേ ഉള്ളൂ. നല്ലൊരു ക്യാപ്റ്റിവേറ്റിംഗ് റോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലുള്ള റോസാസ്. ഫ്രാഗ്രൻസ് സ്ലൈറ്റ്ലി ഫെമിനൈൻ ലീനിങ് ആണ്. പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യൂണിസെക്സ് ആണ്, ആൺകുട്ടികൾക്ക് വെയർ ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ റോസും നമ്മളുടെ കോംബോ ആൺകുട്ടികളെ മണക്കാൻ നല്ല രസമുള്ള സാധനം തന്നെ. പിന്നെ ഇതിൻ്റെ ഡ്രൈ ഡൗണിലോട്ട് വരുവാണെങ്കിൽ ഇവിടെയും ആ സിന്തറ്റിക് മസ്കി ഡ്രൈ ഡൗൺ ഉണ്ട്. അത് എനിക്കിഷ്ടമായില്ല. കുറച്ചും കൂടെ എനിക്ക് ആ സിന്തറ്റിക് മെറ്റാലിക് വൈബ് ഉള്ള ഡ്രൈ ഡൗൺ ഇഷ്ടമായില്ല. അതിൻ്റെ മേളിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഊതും റോസും നമുക്ക് വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ എനിക്കിഷ്ടമായിട്ടില്ല. ഇത് എയറി, ഞാൻ ഇച്ചിരി മാറ്റി പിടിച്ചത് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോൾ എയറിൽ നന്നായിട്ട് സ്മെല്ല് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 10-ൽ 6.5-7 വരെ ഇതിന് കൊടുക്കും. കാരണം അതിൻ്റെ ഓപ്പണിങ് അത്ര സെഡക്റ്റീവാണ്. പിന്നെ കുഴപ്പമില്ലാത്ത ഡ്രൈ ഡൗണിന് നല്ല സ്മെല്ലും ഉണ്ട്. പക്ഷേങ്കിൽ എന്തോ എനിക്ക് അതിനകത്തുള്ള മെറ്റാലിക് കമ്പോണൻറ്റ്, ഈ അജ്മലിൻ്റെ ഐസിനകത്തും ഈ പറഞ്ഞ പോലത്തെ ഒരു മെറ്റാലിക് ഡ്രൈ ഡൗൺ ഉണ്ട്. എനിക്ക് എന്തോ അതുമായിട്ട് പറ്റത്തില്ല. എൻ്റെ ടേസ്റ്റാണ്, അതിൻ്റെ വളരെ പേഴ്സണലായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സദയം ക്ഷമിക്കുക. എനിക്ക് ഹോണസ്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫ്രാഗ്രൻസിന് ഒരുപാട് ഭയങ്കര ഹൈപ്പുള്ള സാധനമാണ്. അപ്പം നിങ്ങൾ മണത്ത് നോക്കിയിട്ട് ഇതുവരെ ഒരാൾ പോലും മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ മോശമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ സത്യമായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. വേറൊന്നും വിചാരിക്കരുതേ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ശരി. അത് കഴിഞ്ഞിട്ടുള്ള സാധനമാണ് ലത്താനി. ഈ ലത്താനി ഒരു പ്രസ്ഥാനമാണ്.
ഈ ലത്താനിയുടെ നോട്ട്സ് നമുക്ക് നോക്കാം. ലെതർ പെർഫെക്റ്റ് ഫോർ മൈ എൻവയോൺമെൻറ്റ്, കോങ്കർ വിത്ത് അൺനോൺ അഹമ്മദ് ലത്താനി ബേസ് നോട്ട്, വനില അഗർവുഡ് അംബർ ആൻഡ് ലെതർ. നല്ലൊരു അംബറി ലെതറി ഫ്രാഗ്രൻസ് ആണ്. വനിലയൊക്കെ ഉണ്ട്, നല്ല ഇതുണ്ടോ, ഓപ്പണിങ് കിടലിനാണ്, നല്ലൊരു ഫ്രാഗ്രൻസാണ്. പക്ഷേ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ കേരളത്തിൽ ലാസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തണുപ്പുള്ള കൺട്രിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പം അഹമ്മദിന് കിട്ടാൻ പറ്റുന്ന നല്ല ഫ്രാഗ്രൻസുകളിലൊന്നാണിത്. ഇഗ്നൈറ്റ് ഊത് കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനം ഇതാണ്. നിങ്ങൾ തണുപ്പുള്ള പ്രൊവൈഡഡ് നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ, ചൂടുള്ള ഹീറ്റിൽ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, പെർഫോമൻസ് വളരെ മോശമാണ്. അപ്പോൾ ഞാനിത് പൊതുവേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ റെക്കമെൻഡ് ചെയ്യുന്നത് പാടാണ്. നിങ്ങളല്ലെങ്കിൽ ഡീക്കൻ്റൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് ടോപ്പപ്പ് ചെയ്താൽ കുഴപ്പമില്ല. ഫ്രാഗ്രൻസ് സെൻറ്റ് പ്രൊഫൈൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഡാർക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ, ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇതാണ് 4 ഇനിയിപ്പോൾ അടുത്ത ഊത് ലാവെൻഡർ, നമ്മുടെ അസൂർ റോയൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൗഡ് എന്ന് പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു 3-4 പേളൂത്, അങ്ങനെ 3-5 ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ഡേയും നല്ലൊരു നൈറ്റും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പം ശരി, ബൈ, താങ്ക് യു.